ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ നിലവിട്ട മനുഷ്യനാണെന്നും കയറൂരി വിടുന്നവർ ശ്രദ്ധിക്കണമെന്നും അടൂരിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിഷേധക്കാരന് നേരെ മാഞ്ഞെടുക്കുകയാണ്. എന്താ ചെയ്യാ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികൾ ഓടിക്കളഞ്ഞു എന്നാണ് വലിയ വീരവാദം നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു. വിവരദോഷത്തിന്റെ അതിര് വേണം കേട്ടാൽ എന്ത് കാണിക്കുന്നത് വിചാരിക്കുന്നു. കുട്ടികളോട് നിന്നിരുന്നുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാ? അതിനപ്പുറം ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇരിക്കുന്നൊരു സ്ഥാനമുണ്ട്, അത് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ നിശ്ചയമുണ്ടല്ലോ. അതെന്റെ വസ്തുത. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെന്റും തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളും ഒക്കെ കുറെ കൂടി സങ്കീർണമാവുകയാണ്. കേരളത്തിൽ അതൊരു സംഘർഷത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ഗവർണറെ എൻ ബ്ലോക്കായി മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും കടക്കുന്നത് ഇന്ന് കണ്ടു. SFIയുടെ പ്രതിഷേധം തെരുവിൽ വളരെ വലിയ രീതിയിൽ ക്യാമ്പസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഇപ്പോൾ സർക്കാർ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? ഗോപികൃഷ്ണൻ, ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറിയും ഉന്നയിക്കുന്നത്. ഭരണഘടനാ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. SFI സമരത്തെ എതിർക്കുന്നു എന്ന മട്ടിൽ മുഖ്യമന്ത്രിയെ അപമാനിക്കാനും പരിഹസിക്കാനും ഗവർണർ ശ്രമിക്കുന്നു എന്നാണ് MV ഗോവിന്ദൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഒപ്പം ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഇല്ലെങ്കിൽ അത്തരം നിലപാടുകൾ പറയുന്നത് BJP ആസ്ഥാനത്ത് നിന്ന് തയ്യാറാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ ഗവർണർ കേരളത്തിലെ സംഘവൽക്കരണത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ മറയാക്കുന്നു എന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ അവകാശമാണ് സമരം ചെയ്യൽ, അതിനെ പിന്തുണയ്ക്കുന്നൊരു നിലപാടും MV ഗോവിന്ദൻ സ്വീകരിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ടത് CPMൻ്റെയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഇല്ലെങ്കിൽ സർക്കാരും പൂർണ്ണമായും ഗവർണർക്കെതിരാണ്. ഗവർണറെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇവർ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. SFIയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന, SFIയുടെ ഓരോ നിലപാടുകളെയും പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഒപ്പം പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് SFI സമരത്തെ കൂടുതൽ ശക്തമാക്കും, SFIക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. ഒരു ഘട്ടത്തിലും SFIയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ എതിർക്കാൻ, അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ SFIയുടെ സമരം ശരിയാണ് എന്ന ഒരു മൗന അനുവാദം തന്നെയാണ് പാർട്ടിയും സർക്കാരും നൽകുന്നത്. ഈ കാര്യങ്ങളിലൂടെ ഗവർണറെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുന്ന ബില്ലുകൾ ഉൾപ്പെടെ ഒപ്പിടിയിക്കാം എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായി തന്നെയാണ് SFIയുടെ ഈ സമരം. അതിൻ്റെ ഭാഗമായാണ് ക്യാമ്പസുകളിൽ കൃത്യമായി ഗവർണറെ തടയുന്നതും SFIയുടെ ഒപ്പമാണെന്ന നിലപാട് സർക്കാരും പാർട്ടിയും സ്വീകരിക്കുന്നതും അതിൻ്റെ കൂടി ഭാഗമാണ്. എന്തായാലും ഇതൊരു സമ്മർദ്ദമാണ്. ഇതിനെ ഗവർണർ എങ്ങനെ പ്രതിരോധിക്കും, ഗവർണറുടെ വരും ദിവസങ്ങളിലെ നടപടികൾ എങ്ങനെയായിരിക്കുമെന്നെല്ലാം നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സർക്കാർ ഗവർണർ പോര രൂക്ഷമായി തുടരും. ഒരു ചേരിയിൽ പാർട്ടി CPMഉം മറ്റൊരു ചേരിയിൽ ഗവർണറും നിൽക്കും. സർക്കാർ എന്തായാലും CPMനൊപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവർണർ ഒറ്റയ്ക്കും സർക്കാരും CPMഉം പാർട്ടിയും മറ്റൊരു ചേരിയിൽ നിന്നുകൊണ്ട് ഉള്ള വലിയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വലിയൊരു ചേരിതിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷം എന്തായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ഉണ്ടാക്കും. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ നമുക്കറിയാം. കാരണം കാലിക്കറ്റ് VCക്ക് എതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സർക്കാർ എങ്ങനെ നോക്കിക്കാണും, ഏത് തരത്തിൽ നേരിടും, ഇത് കോടതി കയറുമോ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതിൻ്റെ ഉത്തരമെല്ലാം വരും മണിക്കൂറിൽ മനസ്സിലാകും. എന്തായാലും പാർട്ടിയും സർക്കാരും ഒരു ചേരിയിലും ഗവർണർ മറ്റൊരു ചേരിയിലുമാണ് നിലവിൽ നിൽക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി.